ഹായ് ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആര്യവേപ്പ് വെച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആര്യവേപ്പിൻ്റെ ജന്മദേശം നമ്മുടെ ഭാരതം തന്നെയാണ് കേട്ടോ. ആയുർവേദത്തിൽ ഒരു സിദ്ധ ഔഷധം തന്നെയാണ് ആര്യവേപ്പ്. ആര്യവേപ്പിനെ കുറിച്ച് രസകരമായൊരു കഥയൊക്കെ ഉണ്ട്. അത് എന്താ പറയുക, പാലാഴി മദനത്തിൽ കിട്ടിയ ഒരു അമൃത് കുംഭം കൈക്കലാക്കിയല്ലോ അസുരന്മാർ. അപ്പോൾ മഹാവിഷ്ണു മോഹിനിയുടെ വേഷം എടുത്തിട്ട് വന്നപ്പോൾ കുംഭം കൊണ്ടുപോകണ നേരത്ത് ഒരു തുള്ളി വീണു എന്നും അത് ഭൂമിയിലേക്ക് വീണിട്ട് അതൊരു ചെടിയായി മാറി, വിശിഷ്ട ചെടിയായി മരമായി മാറി എന്നും ഒക്കെ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് ആര്യവേപ്പിന് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ചെറുതായി പൊള്ളലേറ്റ ഭാഗങ്ങളിൽ വേപ്പിൽ അരച്ചിട്ടാൽ പൊള്ളലേറ്റ ഭാഗം എന്താ പറയുക, അത് ഉണങ്ങും. അരിക്കാണ്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. അതായത് അരിക്കാണ്ട് എന്തിനാ തിളപ്പിക്കാൻ പറയണമെന്ന് അറിയോ? അരിക്കാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ സത്തും അതിലിറങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ജ്യൂസായിട്ട് കിട്ടും. അതായത് നല്ല ആക്റ്റീവ്സായിട്ട് കിട്ടും. അതിനാണ് അരിക്കാണ്ട് തന്നെ തിളപ്പിക്കാൻ പറയണത്. എന്നിട്ട് നമുക്ക് അരിച്ചാൽ മതി. തിളപ്പിച്ചതിന് ശേഷം അരിച്ചാൽ മതി. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് സോപ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ കേട്ടോ. ജ്യൂസ് നന്നായിട്ടായിട്ടുണ്ട് ഉണ്ടോ? നമ്മുടെ ആക്റ്റീവ്സ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി അരിച്ച് ഒഴിച്ചാൽ ആ മെത്തേഡൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എടുക്കാൻ പോണത് ഇനി ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ സോപ്പ് മേക്കിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ ആലവേരയും ആര്യവേപ്പും തമ്മിലുള്ള ഒരു മിക്സഡ് സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ആലവേരയുടെ ഓയിൽ ഞാൻ ഉണ്ടാക്കി വെച്ച കാരണം കൊണ്ട് ആലവേര ഓയിലും ആര്യവേപ്പിൻ്റെ ആക്റ്റീവ്സുമാണ് ഒഴിക്കാൻ പോണത്. ഓക്കെ, ക്ലിയർ ആയിണ്ടാവില്ലേ അല്ലേ? അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ആര്യവേപ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആലവേര ഓയിലാണ് ആയിരിക്കണത്. അല്പം കളർ കണ്ടോ, സ്വല്പം കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ആര്യവേപ്പിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. 50 ഗ്രാമാണ് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ്. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. പിന്നെ കാസ്റ്റിക് സോഡ ലായനി. ഇത് എപ്പോഴും കളർ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അതിലേക്ക് ചേർക്കാൻ. അതെന്തിനാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൽ കളർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കളറിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുത്തുകൾ വരാൻ ചാൻസ് ഉണ്ട് സോപ്പിൽ. അപ്പോൾ നമ്മൾ കളർ നന്നായി മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നൈസ് സൊല്യൂഷനിൽ ഇത്തിരി കൂടുതൽ വാട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നമ്മളിവിടെ പഞ്ചസാര ലായനി ആഡ് ചെയ്യണില്ല. അപ്പോൾ അതിൽ പഞ്ചസാര ആഡ് ചെയ്യണ ഒരു വെള്ളം ഉണ്ടല്ലോ, വാട്ടർ, ആ വാട്ടറിൻ്റെ കണക്കും കൂടി ഞാൻ ലൈ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കൃത്യമായി മേക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ. പിന്നെ സോപ്പ് എപ്പോഴും ഞാൻ പറയണ പോലെ സോപ്പ് ഡബിൾ ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. അത് ആരൊക്കെ ഫോളോ ചെയ്തൊരു മെത്തേഡ് പിന്നെ ഇങ്ങനെ ഷെയർ ചെയ്ത് അതിങ്ങനെ എന്തെന്നാ അതിന് പറയാം, എല്ലാവർക്കും അതാണ് ശരിയായ രീതി എന്നുള്ള ഒരു ചിന്ത വന്നു. കാരണം ആരോ ഒരാൾ മുന്നേ ചെയ്തിരുന്നത്, കാരണം എല്ലാവരുടെയും വീഡിയോ കാണുന്നത് സോപ്പ് ബേസ് വാങ്ങി സോപ്പ് ഉണ്ടാക്കണതാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് ഓൾറെഡി സോപ്പായിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ആക്റ്റീവ്സും ഫ്രാഗ്രൻസും ചേർത്ത് കഴിഞ്ഞാൽ സോപ്പായി. അതിൽ പിന്നെ വേറൊരു മേക്കിംഗ് ഇല്ല. പക്ഷെ ഞാനിവിടെ കാണിക്കുന്നത് സോപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സപ്പോളിക് വാല്യൂ കൃത്യമായാലാണ് സോപ്പാവുക എന്ന്. അപ്പോൾ അതേ മെത്തേഡിലാണ് ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിരിക്കണം. മെഷർമെൻറ്റ് ഞാൻ കൃത്യമായിട്ട് പറയാത്ത എന്താണെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, നമ്മൾ പഠിപ്പിക്കാനായിട്ട് തന്നെ ഞാനൊരു ടീച്ചർ, അതായത് ട്രെയിനറാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലത് ട്രെയിനറാണ്. സോപ്പ് മേക്കിംഗ്, ഷാമ്പൂ, ഹെയർ ഓയിലില്ല, അത് എൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണത്. പിന്നെ ഫേസ് വാഷ്, അങ്ങനെ ഒട്ടേറെ റെസിപ്പികളുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാം, ഇല്ലാത്തവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ ആരും നിർബന്ധിക്കണില്ലല്ലോ ഒന്നും.
എൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഓരോ സീക്രട്ട് പറയാൻ വേണ്ടിയിട്ടാണ് മേക്കിംഗ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പല സീക്രട്ട്സും കിട്ടും. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അവിടെ ഇവിടെയും കുറേശ്ശെ കണ്ടിട്ട് എന്നെ ചീത്ത പറയാനോ എന്നെ എന്താ പറയുക കമൻ്റ് ഇട്ടോ അതിനൊന്നും എനിക്ക് പരാതിയില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയണത് ഞാൻ പറഞ്ഞുതരാം. കമൻ്റ് ഇട്ടോ. പക്ഷേ അവിടെ ഇവിടെ നെഗറ്റീവായിട്ട് വീഡിയോ കണ്ടിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. ഇഷ്ടമുള്ളവർ ഒട്ടേറെ പേര് ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒട്ടേറെ പേരുണ്ട്, അവർ കാണട്ടെ, അത്രയും പറയാനുള്ളൂ എനിക്ക്. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മൾ കളർ ചേർത്ത ജ്യൂസ് എടുത്ത് വെച്ചിട്ടില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മൾ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആലവേര. അതായത് നമ്മൾ ആദ്യം എടുത്ത വെളിച്ചെണ്ണ അളവ് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ആലവേരിയും ആര്യവേപ്പും തമ്മിലുള്ള സോപ്പാണ്. തമ്മിലല്ല, രണ്ടും കൂടിയിട്ടുള്ള സോപ്പ്. എനിക്ക് ചില നേരത്തെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ടോ, ഇത് 100% ഹാൻഡ് മെയ്ഡ് എന്നുള്ള ഒരു ഇതായിട്ട് മുകളിലുണ്ട്. എന്തെന്നാ പറയുക അതിനെ, ഒരു എംബോസിങ് കണ്ടോ. ഇത് ഞാൻ ഓൺലൈൻ വഴി വരുത്തിയ ഒരു സോപ്പിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പും ആലവേരയും ആ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടാതെ നമ്മൾ ഞാൻ അധികം കളർ ചേർക്കാറില്ല. ഏതിലാണെങ്കിലും ഏത് സോപ്പ് ഉണ്ടാക്കണമെങ്കിലും കളർ വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ. കുറേ കളർ കുത്തി കലക്കി നമ്മൾ സോപ്പ് ഉണ്ടാക്കണതിനോട് വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സോപ്പിലും അതുപോലെ ഒരുപാട് കളർ ഉണ്ടാവില്ലേ. കണ്ടല്ലോ നിങ്ങൾ ആ വീഡിയോയിൽ. അതായത് ഒരു ഗ്രാമിൻ്റെ 10 ഭാഗം പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാം. അതായത് അത്രയും കുറച്ച് കളറേ ഞാൻ സോപ്പിൽ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ആര്യവേപ്പും ആലവേരയും. ഇതിങ്ങനെ സോപ്പ് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ചാൽ ഉണ്ടാവണതാണ് ഇത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഉണ്ടാക്കിയപ്പോൾ തന്നെ പൊതിഞ്ഞ് വെക്കുക. ഗ്ലിസറിൻ ബേസാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലിസറിൻ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ പൊതിഞ്ഞ് വെക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സ്വിറ്റിംഗ് ആയിട്ടിരിക്കും കേട്ടോ. അതിപ്പോൾ ഗ്ലിസറിൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ കൂടുതലും നല്ലത് ഇങ്ങനെ സ്ക്വയറിൽ സോപ്പ് ഉണ്ടാക്കണമെങ്കിലേ നമുക്ക് പൊതിയാൻ എളുപ്പമാണ്. അതിന് സാധാ പേപ്പർ മതി. അതായത് സ്ക്രീൻ ക്രാപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു പേപ്പർ 2 തരത്തിലുണ്ട്. ഒന്ന് ഈ ബേക്കറി കടയിൽ ഒക്കെ നമ്മൾ ഈ പണ്ടൊക്കെ ബിരിയാണി പൊതിയണത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ബേക്കറിയുടെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിലുണ്ടാവും ഈ സാധാ സ്ക്രീൻ ക്രാപ്പ്. ഷ്രിങ്ക് റാപ്പാണ് പൊതിയാൻ. ഹോട്ട് ഗൺ വേണം, പിന്നെ സീലിംഗ് മെഷീൻ വേണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ആൽക്കഹോൾ ബേസ് ആണെങ്കിൽ കുറേ കഴിഞ്ഞാൽ സോപ്പ് ചുങ്ങിപ്പോവും. അപ്പോൾ എന്താ ഉണ്ടാവുക, ലൂസായി സോപ്പ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഇളകി നമ്മുടെ സോപ്പിന് ഭംഗി പോവും. അപ്പോൾ അതൊരു അഭംഗിയായിരിക്കും. കുറേ കഴിഞ്ഞാൽ കസ്റ്റമർക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കണതാണ് നമ്മുടെ സോപ്പിന് എപ്പോഴും നല്ലത്. അപ്പോൾ സ്ക്വയർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് പൊതിയാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. ജ്യൂസ് എന്തിനാണ് ആഡ് ചെയ്തെങ്കിൽ, നിങ്ങൾ pH ലെവൽ നോക്കണവരാണെങ്കിൽ pH ലെവൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ 10-12 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 2% വരെ pH ലെവൽ താഴ്ത്താൻ സാധിക്കും ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒരുപാട് കൂടിപ്പോകരുത്. 1 കിലോയ്ക്ക് 1 ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് ഞാൻ ലെമൺ ജ്യൂസ് അതിലെടുത്ത് വെച്ചതും ഒഴിച്ചതും. അത് ലാസ്റ്റ് എല്ലാം ഓഫാക്കി ഫ്രാഗ്രൻസ് ഒഴിക്കണതോടൊപ്പം തന്നെയാണ് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.